എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മസായിമാരയിലെ ആദ്യ ദിനത്തിലെ അവസാന സമയം എത്തിയിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ ദിനത്തിൽ നമുക്കിനി സഫാരിയുള്ളത്. രാവിലെ 5:45 സഫാരിയിൽ കയറി 7 മണി വരെയുള്ള സമയം. ആ കാഴ്ചകളാണ് ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിച്ചത്. 3 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ സഫാരിയിലെ ഈ മണിക്കൂറുകൾ മസായിമാരയിലെ ഇണകളായ ചീറ്റകളുടെ മുമ്പിലേക്കാണ്. ആ വലിയ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. വാട്ടർ ബഫലോയുടെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് മീറ്റിംഗ് നടക്കുന്ന ചീറ്റകൾക്കടുത്തേക്കാണ്. കാഴ്ചകളിലേക്ക് കടക്കും മുമ്പ് തുടർ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ യാത്രയിൽ പങ്കുചേരാൻ താല്പര്യമുള്ളവർ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. യാത്രകൾ നിങ്ങൾക്ക് അനുയോജ്യമായ ബഡ്ജറ്റിൽ ചെയ്തു തരുന്നതാണ്. സാവകാശം കൊടുക്കും. മുന്നിലെ കാഴ്ചയിൽ വണ്ടി ഓടിച്ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടു ഇണകളായ 2 ചീറ്റകൾ. പെൺ ചീറ്റ താഴെ കിടക്കുകയാണ്. തൊട്ടടുത്ത ആൺ ചീറ്റ 2 കാലിൽ കുത്തിയിരിക്കുന്നു. പലവട്ടം മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇണയെ നോക്കിയുള്ള അവൻ്റെ ഇരിപ്പ് കുറച്ച് സമയം തുടർന്നു. കാള പോലുണ്ടല്ലേ. വല്ലാത്ത ഭയത്തോടുകൂടി ഒരു ജീവി നമുക്ക് മുന്നിൽ വന്നു. കോമൺ എലന്റ്. കാഴ്ചയിൽ പശുവിൻ്റെ പോലെ ശരീരവും മാനിൻ്റെയും നീൽഗായുടെയും പോലെ തോന്നിക്കുന്ന കൊമ്പുകളുമുള്ള ഇവ മാൻ വർഗത്തിൽപ്പെട്ട ജീവി തന്നെയാണ്. രസമുണ്ട്, എന്നെ കാണാൻ രസമുണ്ട്. അതിൻ്റെ താഴോട്ട് ഒരു ഇതുണ്ട്. പശുവാണോ? പശുവാണ്. അല്ല മാനാണോ? മാനാണ്. ഇത്ര വെറൈറ്റി സാധനങ്ങളാണ്. നീലക്കാല വേറെ. നല്ല വെട്ടത്തിലായിട്ടിരിക്കുന്നത്. വളവില്ലാത്ത നീണ്ട കുത്തനെ നിൽക്കുന്ന കൊമ്പോട് കൂടി ഇവയുടെ വർഗത്തിൽപ്പെട്ട 2-3 ഇനങ്ങൾ ആഫ്രിക്കൻ കാടുകളിലുണ്ട്. ഇന്ത്യയിൽ കാണപ്പെടുന്ന കൃഷ്ണമൃഗത്തിൻ്റെ വംശത്തിൽപ്പെട്ടവയാണ് ഇവ. ഇവയുടെ കഴുത്തിന് താഴെയായി മണി കെട്ടിയ പോലൊരു ഭാഗം കാണാവുന്നതാണ്.
ഇണയ്ക്കരികിലേക്ക് അവൻ പതിയെ നടന്നു ചെന്ന് ഈ സമയം പെൺചീറ്റയിൽ നിന്ന് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭയത്തിലാണ് ആൾ അങ്ങോട്ട് നടന്നു ചെന്നത്. ഇണയ്ക്കരികിൽ കിടന്നു. വിശ്രമ സമയമാണെന്ന് തോന്നുന്നു. ചീറ്റപ്പുലി അല്ലെങ്കിൽ വേട്ടപ്പുലി എന്നൊക്കെ ഇവയെ വിളിക്കാറുണ്ട്. ചീറ്റ അഥവാ അസിനോണിക്സ് ജുബാറ്റസ് വലിയ പൂച്ചയുടെ ഇനത്തിലുള്ളവയാണ്. മണിക്കൂറിൽ 94 മുതൽ 104 കിലോമീറ്റർ വരെ വേഗത്തിൽ ഇവയ്ക്ക് ഓടുവാൻ സാധിക്കും. ശക്തമായ പിൻകാലുകളും പേശികളും നീണ്ട കാലുകളും വഴക്കമുള്ള നട്ടെല്ലുകളും ഇവയ്ക്കുണ്ട്. ആൺ ചീറ്റകൾ കുറച്ച് ഉദാസീനരാണ്. പെൺചീറ്റകൾ ഇര പിടിക്കുകയും കുഞ്ഞുങ്ങളെയും നോക്കുകയും ചെയ്യുന്നു. ഇവയുടെ പ്രധാന ഭക്ഷണം ഇംബാലയും സ്പ്രിംഗ് ബോക്കും ഗസലുകളുമാണ്. ഏകദേശം 3 മാസമാണ് ഇവയുടെ ഗർഭകാലം. പെൺചീറ്റകൾ 3-4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും. കുഞ്ഞുങ്ങൾ 4 മാസത്തിനുള്ളിൽ മുലകുടി മാറുകയും ചെയ്യും. 20 മാസം പ്രായമുള്ളപ്പോൾ ഈ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകുകയും ചെയ്യും. കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയം അവയുടെ ജീവന് വലിയ ഭീഷണിയാണ് ഉണ്ടാകാറുള്ളത്. സിംഹങ്ങളും കഴുതപ്പുലികളും ഇവയെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. ചീറ്റപ്പുലികൾ പിടിക്കുന്ന ആഹാരം ഈ നരഭോജികൾ തട്ടിയെടുക്കാറുമുണ്ട്. IUCN കണക്ക് പ്രകാരം റെഡ് ലിസ്റ്റിൽപ്പെട്ട ജീവിയാണ് ഇവ. മനുഷ്യ-മൃഗ സംഘർഷം, വേട്ടയാടലും ഇതെല്ലാം ഇവയുടെ വംശനാശ ഭീഷണിക്ക് കാരണമാകുന്നു. വലിയ വേട്ടക്കാരായ ഇവ പെട്ടെന്ന് തന്നെ ഇരയെ കീഴ്പ്പെടുത്തും. എന്നാൽ പുള്ളിപ്പുലികളെ പോലെ മരത്തിൽ കൊണ്ടുവച്ച് ഇരയെ ഭക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മറ്റു ജീവികളിൽ നിന്നുള്ള ആക്രമണവും ഭക്ഷണം നഷ്ടപ്പെടലുമെല്ലാം ഇവർക്ക് പതിവാണ്. നമുക്ക് മുന്നിൽ കൂടെ ഒരു ടോപ്പി പാഞ്ഞ് കാടുകളിലേക്ക് മറയുന്നു. പുറയിൽ കൂടെ മറ്റൊരു ജീവി വരാൻ സാധ്യതയുണ്ട്. എന്തിനെയോ കണ്ട് പേടിച്ചുള്ള വരവാണ്. മുന്നിലുള്ള ചീറ്റകൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നു പോലുമില്ല. വിശ്രമത്തിലാണ് അവ. ഇവയുടെ ഇണചേരലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ലൈംഗികമായി പക്വത പ്രാപിച്ചു കഴിഞ്ഞാൽ പെൺചീറ്റകൾ പ്രധാനമായും ഒറ്റയ്ക്കായിരിക്കും. ഇണചേരൽ സമയത്തും കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും മാത്രമേ മറ്റ് ചീറ്റകൾ ഇവയുമായി ഇടപഴകാറുള്ളൂ. ആൺ ചീറ്റകൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വന്നിരിക്കുന്നതോ അല്ലെങ്കിൽ ആ പ്രദേശം കൈയടക്കി വെക്കുന്നതോ ആവാം ഇവയ്ക്കൊപ്പം കൂടുന്നത്. ആൺ ചീറ്റകൾ പലപ്പോഴും അവ വസിക്കുന്ന പ്രദേശങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കുവാൻ സഖ്യങ്ങൾ രൂപീകരിക്കാറുണ്ട്. ഇതൊരു സാധാരണ സാമൂഹിക തന്ത്രമാണ്. ഇതുമൂലം ആൺ ചീറ്റകളെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുവാനും ഇവയെ ഇണകളാക്കുവാൻ പെൺചീറ്റകൾക്ക് എളുപ്പമാണ്. ഒന്നിലധികം ആൺചീറ്റകളുള്ള പ്രദേശങ്ങളിൽ കൂടി പെൺചീറ്റകൾ സഞ്ചരിക്കാറുണ്ട്. അതിൽ കൂടി ഇവ പല ആൺചീറ്റകളെയും കണ്ടുപിടിക്കും, ഇണകളാക്കുകയും ചെയ്യും. അവയെല്ലാമായി ഇവ ഇണ ചേരുവാൻ സാധ്യത കൂടുതലാണ്. ഇതിൽ കൂടെ ജനിതക വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണവുമാവും.
ഇത് കുഞ്ഞുങ്ങളുടെ അതിജീവനത്തെ വർദ്ധിപ്പിച്ചേക്കാം. ഒരു നിശ്ചിത പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ചീറ്റ ലൈംഗികത പലപ്പോഴും കുറച്ച് ദിവസങ്ങൾ തന്നെ നീണ്ടു നിൽക്കും. പ്രത്യേകിച്ച് പുരുഷ സഖ്യങ്ങൾ പലപ്പോഴും പെൺ ചീറ്റകളെ കുത്തകയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും അത് നടക്കാറില്ല എന്നതാണ്. വൈവിധ്യങ്ങളായ ഇവയുടെ ജീവിത രീതി പ്രേക്ഷകരുടെ അറിവിലേക്ക് എത്തിച്ചതാണ്. കുറേയേറെ സമയം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് പതിയെ അവ എണീറ്റു മുന്നോട്ട് നടക്കുകയാണ്. കാഴ്ചയിൽ തന്നെ അവയുണ്ട്. ഡ്രൈവർ ജോർജിന് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസത്തിൻ്റെ അവസാന കാഴ്ചയിലേക്ക് കടക്കുകയാണ്. ആവശ്യത്തിലധികം ചീറ്റ കാഴ്ചകൾ പകർത്തി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് മുന്നിലെത്തിയ ആ വലിയ കാഴ്ചകളുമായി അടുത്ത ദിവസം കാണാം. ആ വലിയ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ വിളിക്കുക. നിങ്ങൾക്ക് അനുയോജ്യമായ പാക്കേജുകൾ, നിങ്ങളുടെ ബഡ്ജറ്റിൽ വേണ്ട പാക്കേജുകൾ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. പുതിയ യാത്രകളും പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം. ജൂബി കരിക്കാടൻ MTA.